ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ടീ ടൈം റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടീ ടൈം റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പറഞ്ഞ് സംസാരിച്ച് ടൈം വേസ്റ്റ് ചെയ്ത് നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആസ് ഓൾവേസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് അബ്സല്യൂട്ട്ലി ഫൈൻ. അപ്പോൾ നമ്മൾ ഗോതമ്പ് വടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെന്ന് പറയുന്നത് നമ്മൾ പൊടിയായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചേക്കുന്നത് നമ്മുടെ ഇഞ്ചി വേണം, പിന്നെ നമ്മുടെ നാളികേരം ചെറിയ പീസായിട്ട് കഷ്ണിച്ച് വെച്ചത്, പിന്നെ സബോള, പച്ചമുളക്, പിന്നെ വരുന്ന നമ്മൾ കുരുമുളക് കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതി കുരുമുളക്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഗോതമ്പ് മാവ്. അപ്പോൾ നമുക്കൊരു 4 സ്പൂണോളം ഗോതമ്പ് മാവ് നമുക്ക് വേണം. ഇപ്പം ഒരു 4 സ്പൂണാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂടുതൽ എടുക്കാം. അപ്പോൾ നമുക്ക് അതിന് പകുതി ഇഞ്ചി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇഞ്ചി ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചെടുക്കാം. പിന്നെ നമ്മുടെ നാളികേരം അത് നമ്മൾ ചെറിയ പീസായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കുറച്ചായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് നമുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ചേർക്കുന്നത് പച്ചമുളകാണ്. അതേപോലെ തന്നെയാണ് നമ്മളെ കുരുമുളക് നമുക്ക് വളരെ കുറച്ച് ചേർത്താൽ മതി. കാരണം 4 സ്പൂണുള്ള മാവേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് ഒരുപാട് സാധനങ്ങൾ മാവ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇത്രേ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ലേശം വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് മിക്സ് ചേർക്കുക. അതായത് നമ്മൾ ഉഴുന്ന വട ചെയ്യുന്ന ആ ഒരു ഇതാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി മതി നമുക്ക് മാവിന്. പക്ഷേ ഗോതമ്പ് ആയതുകൊണ്ട് അല്പം കൂടെ തിക്കായിട്ട് വേണം, എങ്കിൽ നമുക്കിങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ കൂടെ നമുക്ക് ഉപ്പും കുറച്ച് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ബേക്കിംഗ് പൗഡറല്ല, ബേക്കിംഗ് സോഡയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊക്കെ നമുക്ക് ചിലപ്പം മാവിൻ്റെ ഇതനുസരിച്ച് വെള്ളം ഇതിൻ്റെ മാറും. അപ്പോൾ നമ്മൾ ഉഴുന്ന വട ഉണ്ടാക്കുന്ന ആ ഒരു ഇതാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മൾ അതേപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ നമുക്ക് ആ ഒരു ഉഴുന്ന വടയുടെ സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഒരു അരമണിക്കൂർ വെക്കുമ്പോഴത്തേന് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പ്രത്യേകിച്ച് നമ്മൾ സോഡാപ്പൊടിയും കൂടെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് വെക്കാം. അപ്പോൾ നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടായി വന്നാൽ നമ്മുടെ മാവ് കുഴച്ച് വെച്ചേക്കുന്ന ഇതിനെ ഇങ്ങനെ നമ്മൾ ഉഴുന്ന വടയുടെ സെയിം ഷേപ്പ് തന്നെയാണ് വേണ്ടത്. അപ്പോൾ ചേച്ചിമാർ അമ്മമാർ കാണുന്നുണ്ടെങ്കിൽ ദയവായി എന്നോട് ക്ഷമിക്കുക. നമുക്ക് ഇതിൽ അത്ര എക്സ്പീരിയൻസ് പോരാത്തത് കൊണ്ടാണ് ആ ഷേപ്പ് കറക്റ്റ് വരാത്തത്. കാണുന്ന അമ്മമാർ ദയവായി എന്നോട് ക്ഷമിക്കുക. നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ നല്ലതുപോലെ ഷേപ്പ് ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യുക. എനിക്ക് പറഞ്ഞു തന്നത് ഒരു റെസിപ്പി നമ്മുടെ ആൻറ്റിയാണ് പറഞ്ഞത്. പുള്ളിക്കാരത്തി കാണുകയാണെന്നുണ്ടെങ്കിൽ എന്നെ എന്തായാലും വൈകുന്നേരം വിളിച്ചിട്ട് വഴക്ക് പറയും, കാരണം ഷേപ്പ് ഇല്ലാത്തതുകൊണ്ട്. അപ്പം ദയവായി കാണുന്ന അമ്മമാരെന്നോട് ക്ഷമിക്കുക ഷേപ്പിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ജസ്റ്റ് വറുത്ത് നമുക്ക് എടുത്താൽ മതി. നമ്മൾ ഉഴുന്ന വടയുടെ ആ ഒരു ഇത് തന്നെയാണ് നമുക്ക് വൈകുന്നേരം 4 മണി പലഹാരത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റ് സംഭവമാണ്. ഇത് കുറച്ചും കൂടി ടേസ്റ്റ് വരുന്നത് അല്പം തണുത്തിട്ട് കഴിക്കുന്നതാണ്. നമ്മൾ സാധാരണ ഉഴുന്ന വട എന്നൊക്കെ പറഞ്ഞാൽ നല്ല ചൂടോടെ കഴിക്കത്തില്ലേ, ഇത് ലേശം തണുത്തിട്ട് കഴിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. നല്ല സോഫ്റ്റാണ്. അത് നമ്മൾ ബേക്കിംഗ് പൗഡറല്ല ബേക്കിംഗ് സോഡ അത് ചേർക്കുന്നതിന് കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് എണ്ണയുടെ വലിച്ചെടുക്കുന്ന ലേശം കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫ്രൈ ചെയ്ത് ടിഷ്യൂ പേപ്പറിലൊക്കെ ഇട്ടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ എണ്ണയൊക്കെ വാർന്നു പോവും. അപ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ എന്താ പറയുക പച്ചമുളകും ഉള്ളിയും തേങ്ങയും അപ്പം ഇതെല്ലാം ആകുമ്പോഴത്തേന് നല്ല കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ സംഭവമൊക്കെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുറച്ച് ബാക്കി ഇരിക്കുന്നതിനൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കേണ്ട പരിപാടിയാണ് ഉള്ളത്. നമ്മൾ ബാക്കി ഇരിക്കുന്ന മാവിൻ്റെ വടയാണ് നമ്മളിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഈ ബാക്കിയുള്ളതും കൂടെ നമുക്ക് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ വട തയ്യാറായി. ഇപ്പോൾ നമുക്കിനി ചൂട് കട്ടനും കൂടെ ഉണ്ടെങ്കിൽ സംഭവം പൊളിക്കും. ഇപ്പോൾ പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ അടിപൊളി സ്നാക്കാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതൊന്ന് വറുത്ത് കഴിഞ്ഞാൽ നമുക്കിനി ചായയുടെ കൂടെ
ചെയ്യേണ്ട നമ്മൾ അടിപൊളി ഗോതമ്പ് വടയാണ്, ഉഴുന്ന് വടയുടെ ഷേപ്പിലുള്ള ഗോതമ്പ് വടയാണ്. അപ്പം നമുക്കിതിൻ്റെ കൂടെ വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല ചൂട് കട്ടൻ. അപ്പോൾ നമുക്ക് 2 ഗ്ലാസ്സിൽ 2 കപ്പിൽ നമുക്ക് നല്ല ചൂട് കട്ടൻ ഇങ്ങനെ ഒഴിച്ച് വെച്ചാൽ പുറത്തുള്ള മഴയെ നോക്കിയിരുന്ന് കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.